കോഴിക്കോട് ജില്ലയിൽ ലീഗിന് ഈ അവസ്ഥ വരാനുള്ള കാരണം മറ്റൊന്നും കൂടിയുണ്ട്. സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിരുന്ന രണ്ടുപേരുണ്ട്. അവർ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞൊരു വാക്കാണ്, ഞാൻ സാക്ഷിയാണ് അതിന്. മലപ്പുറത്ത് അവർ പറഞ്ഞാണ്, ബാഫക്കി തങ്ങളുടെ കുടുംബത്തിനോട് കോഴിക്കോട് ജില്ലാ ലീഗ് കാണിച്ച മര്യാദകേട് മലപ്പുറം ജില്ലാ ലീഗ് കമ്മിറ്റി ലീഗിലെ നേതാക്കന്മാർ പൂക്കോയ തങ്ങളുടെ കുട്ടി മക്കളോട് കാണിച്ചിട്ടില്ല. അതിനകത്ത് വളരെ ജാഗ്രത ഉണ്ടായിരുന്നു. മാത്രമല്ല, അതിന് കാരണം അതിലൊരാൾ പറഞ്ഞത്, അവിടെ ലീഗിൻ്റെ മിക്കവാറും സ്ഥാനങ്ങളിലൊക്കെ നിയന്ത്രിച്ചിരുന്ന മുസ്ലിയാക്കന്മാരുടെ സംസ്ഥയാണ്. കോഴിക്കോട് നേരെ തിരിച്ചായിരുന്നു. കോഴിക്കോട് മിക്കവാറും പോസ്റ്റുകളിലെല്ലാം സുന്നി സ്പിരിറ്റില്ലാത്ത സുന്നികളും പിന്നെ മുജാഹിദ് വഹാബികൾ ആണ് എന്നുള്ളതാണ്. പിന്നെ അതിന് കൂടെ തന്നെ പുത്തൻ സാമ്പത്തിക നിലവാരം വന്ന ആളുകൾ ആ കുത്തിരിപ്പ് പരിപാടി കൂടിയിട്ടാണ് അന്ന് അവർ പറഞ്ഞത്. വളരെ കൃത്യമാണ്. ഇപ്പോഴല്ല, 97 പറഞ്ഞ കഥയാണത്, വാക്കുകളാണത്. അപ്പോൾ അത് ഞാൻ അന്ന് ഇന്നുള്ള അനുഭവം വെച്ച് പറയുന്നത് അത് തന്നെ ശരി എനിക്ക് തോന്നുന്നു. കാരണം അതിൻ്റെ കൂടെ നിങ്ങൾ പറയണം, ഈ ഗ്രൂപ്പിസവും ഈ മൈനാജി പോലുള്ള മാടൻ മിത്രങ്ങളുള്ള ആൾക്കാരൊക്കെ കൂടുന്നു. കാന്തപുരം എഫക്റ്റിനേക്കാളും വല്ലാതെ ഈ പറഞ്ഞ എഫക്റ്റാണ്. കാരണം ശരിക്കും ബാപ്പുട്ടി കുടുംബത്തിന് കോഴിക്കോട് ജില്ലയിൽ നല്ലൊരു സ്വാധീനം ഉണ്ടായിരുന്നു. ആ ഒരു സ്വാധീനം മൊത്തം കളഞ്ഞത് ഈ കയ്യിൽ ഈ പ്രശ്നമാണ്. അപ്പോൾ അതിന് ഇവർ പറഞ്ഞതാണ് കൃത്യമായി, അത് മലപ്പുറം ജില്ലയിൽ അത് കൃത്യമായി അത് നോക്കാൻ ആളുണ്ടായിരുന്നു. ചാപ്പനങ്ങാടി ഉസ്താനെ പോലുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. അവർ പറയുന്നതിന് അപ്പുറത്തേക്ക് സമുദായം ഒന്നും പോയിട്ടില്ല. അത് തന്നെയാണ് മലപ്പുറം ജില്ലയിൽ ഇത്രയും നല്ലൊരു നിലവാരം ഉണ്ടായത് അന്ന് പറഞ്ഞു. അത് കറക്റ്റായിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.